വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് നമ്മളൊരു പേർപ്പിൾ കളർ ജേർണൽ സപ്ലൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് പേർപ്പിൾ കളർ സ്റ്റിക്കേഴ്സാണ്. അതിനെന്ത് വേണം, ഇതുപോലെ റൗണ്ടിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്തിട്ട് കുറച്ച് സർക്കിൾസ് വരച്ചെടുക്കണം. നെക്സ്റ്റ് അതിലൊന്ന് കളറുകൾ ഫില്ല് ചെയ്തെടുക്കണം. ഈ പർപ്പിളിൻ്റെ പല ഷെയ്ഡുകൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടും മിക്സ് ചെയ്തിട്ടും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ കൊടുത്തിരിക്കുന്നത്. എന്നാണെങ്കിൽ ഈ വീഡിയോ ഞാൻ രാവിലെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. കഷ്ടകാലത്തിന് ഇന്ന് കറണ്ട് പോയതുകൊണ്ട് തന്നെ ഇതിന് വോയിസ് ഓവർ കൊടുക്കാൻ ഇത്തിരി അധികം നേരം വൈകിയിട്ടുണ്ട്. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ 8% ഉള്ളൂ. കറണ്ട് വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാത്തിരുന്നത്, പക്ഷേ വന്നില്ല. ഇപ്പോൾ അത് പകുതിയിൽ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവാൻ വളരെ അധികം സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് എപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ബാക്ക് ടു നമ്മുടെ സ്റ്റിക്കേഴ്സിലേക്ക് തന്നെ വരാം. ഇനി അതിൽ കളർ ചെയ്തതിന് ശേഷം നമുക്കതിൽ കുറച്ച് പിക്ചേഴ്സ് വരയ്ക്കണം. ഈ പിക്ചേഴ്സ് ഞാൻ പിൻട്രസ്റ്റിലോ അല്ലെങ്കിൽ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഞാൻ വെറുതെ പിൻട്രസ്റ്റിൽ പോയി സെർച്ച് ചെയ്തു പർപ്പിൾ കളർ സ്റ്റിക്കേഴ്സ് എന്ന്. അങ്ങനെ അടിച്ചു കൊടുത്തപ്പോൾ വന്ന സ്റ്റിക്കേഴ്സൊക്കെ കുറച്ചൊക്കെ വരച്ചു. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഇട്ട് എന്തൊക്കെയോ വരച്ചു. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ പുറത്ത് നല്ല നോയ്സ് ഉണ്ട്. ആ നോയ്സൊക്കെ ഈ വീഡിയോയിൽ ഉണ്ടാകും. മൊത്തത്തിൽ ഈ വീഡിയോ കൊള്ളാവാനാ സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സ്റ്റിക്കേഴ്സ് ഒന്നും കട്ട് ചെയ്തെടുക്കുന്നില്ല കേട്ടോ, കാരണം കട്ട് ചെയ്തെടുത്ത് എവിടെയെങ്കിലും കളഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഫൈനലി നമുക്കിതിൽ ആ ഒരു പേർപ്പിൾ കളർ സ്റ്റിക്കർ എന്നുള്ളൊരു ലേബലും കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിക്കേഴ്സ് ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ നമ്മൾ സെക്കൻഡായിട്ട് കുറച്ച് ഫ്രെയിംസ് ആണ് ഉണ്ടാക്കുന്നത്. പർപ്പിൾ കളറാണ് നമ്മുടെ തീം, അതുകൊണ്ട് ഇനി കളർ പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാത്തിലും. ആദ്യം ഈ ഫ്രെയിംസൊക്കെ ഞാനൊന്ന് പെൻസിൽ വെച്ചിട്ട് വരച്ചു, എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ബ്ലാക്ക് പെന്ന് വെച്ചിട്ട് വരച്ചു കേട്ടോ. നമ്മുടെ ടേബിൾ നന്നായിട്ട് ഷെയ്ക്ക് ആവുന്നുണ്ട്, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം നമുക്ക് ടേബിൾ അല്ല കേട്ടോ, ഒരു വൈറ്റ് ബോർഡ് ഉണ്ടായിരുന്നു, അത് ഞാൻ ജനലും അങ്ങനെ കെട്ടിയിട്ട തരത്തിൽ ഹാങ് ചെയ്തിരിക്കുകയാണ്. അതാണ് കേട്ടോ ഇങ്ങനെ. ഈ ഫ്രെയിംസ് ഒന്നും ഞാൻ കട്ട് ചെയ്തെടുക്കണില്ല കേട്ടോ, നമ്മുടെ ആവശ്യത്തിന് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ തന്നെ കേട്ടോ ചെയ്യുന്നത്. പറഞ്ഞാൽ ഞാൻ ഈ ജേർണലൊന്നും ചെയ്യാറില്ലായിരുന്നു കേട്ടോ, ഇപ്പോഴാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോഴും ഞാൻ കൂടുതൽ അതിൻ്റെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ച് വീഡിയോസ് ഇങ്ങനെ ചെയ്തു എന്നല്ലാണ്ട് പിന്നെ ഒന്നും ചെയ്തില്ലായിരുന്നു. എന്തോ അതൊരു ഹാബിറ്റ് അല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു, എനിക്കങ്ങ് ചെയ്യാൻ തോന്നുന്നില്ല. ഫ്രെയിം എല്ലാം വരച്ച് അതിനെല്ലാം ഇതുപോലെ കളർ ചെയ്തു. ഇനി ഇതുപോലൊരു സ്റ്റിക്കറും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രെയിം റെഡിയായി. മൂന്നാമതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് സ്റ്റാമ്പാണ്. സ്റ്റാമ്പ് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ഇതുപോലെ ഒരു നീളത്തിലുള്ള പേപ്പർ എടുക്കുക. ഇതിൻ്റെ അളവും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിന് എടുക്കുക. ഇതിലേക്ക് ചെറുതാവണോ ചെറുതായിട്ട് എടുക്കാം, വലുതാവണോ വലുതായിട്ട് എടുക്കാം. ഇനി അതിൻ്റെ 4 വശങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ഈ സിക്സാഗായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ നമുക്കിത് ഇതുപോലൊരു മാല കണക്കിന് കിട്ടും. ഇനി സ്റ്റാമ്പിൽ നമുക്ക് പലതരത്തിലുള്ള പിക്ചേഴ്സ് വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ബോർഡർ വരച്ചു. ഞാനിവിടെ പെയിൻ്റ് അല്ല കേട്ടോ യൂസ് ചെയ്തത്, പെയിൻ്റ് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ ബ്രഷ് പെന്ന് വെച്ചിട്ട് കളർ ചെയ്യാണ് ചെയ്തത് കേട്ടോ. ഒരുപാട് ബ്രഷ് പെന്നൊന്നുമില്ല, ആകെ 2 ഉള്ളൂ ഈ കളറിൽ. അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മറിച്ചും പല പാറ്റേൺസിലൊക്കെ ആയിട്ട് ഞാൻ അങ്ങ് വരച്ച് തീർക്കുകയാണ് ചെയ്തത്. കളർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് പിക്ചേഴ്സ് വരച്ചു. പിക്ചേഴ്സ് വരയ്ക്കുന്നത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, ഏകദേശം എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. ഇനിയിപ്പോൾ അത് നമുക്ക് മാറ്റി വരയ്ക്കാൻ പറ്റില്ലല്ലോ, എഡിറ്റ് ചെയ്യുമ്പോഴതൊക്കെ ശ്രദ്ധിക്കണത്. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇച്ചിരി സ്പീഡിലാണ്. സ്പീഡിലെന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിക്കുന്നത് ഇത്രയും സ്പീഡിൽ തന്നെ ഞാൻ സംസാരിക്കുക. കാരണം എനിക്ക് വീഡിയോസ് കാണുമ്പോൾ ഞാൻ ഈ ലാഗ് അടിച്ച് കാണുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം സ്പീഡിലാണ് ഞാൻ പറയാറ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റാമ്പ് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് വാഷി ടാപ്പാണ്. വാഷി ടാപ്പ് ഉണ്ടാക്കാനാണ് ഇതിൽ ഏറ്റവും സിമ്പിളായ കാര്യം കേട്ടോ, പ്രത്യേകിച്ച് ഒരു പണിയില്ല. ഇതുപോലെ നീളത്തിലുള്ള കുറച്ച് സ്ട്രിപ്പ് എടുക്കണം. നിങ്ങളുടെ കയ്യിലുള്ള പേപ്പറിൻ്റെ വലിപ്പം കുറവാണെങ്കിൽ ഞാൻ കാട്ടിയതുപോലെ 2-3 ഒരുമിച്ച് ഒട്ടിച്ച് വെക്കണം. അങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് ആദ്യം ഞാൻ പ്ലെയിൻ ആയിട്ടുള്ളതാണ് ഉണ്ടാക്കിയത്. പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കാൻ സുഖമാണല്ലോ, വെറുതെ പർപ്പിൾ കളർ അങ്ങ് തേച്ച് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ ഒരു റൗണ്ട് ഉണ്ടാക്കിട്ടോ. ആ റൗണ്ടിൽ നമ്മുടെ വാഷി ടാപ്പൊക്കെ റോൾ ചെയ്തെടുക്കുകയാണ് ഇനിയുള്ള പരിപാടി. ഇത് പോരാണ്ടിരിക്കാൻ നമ്മൾ ഫൈനലി ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതിനെ ഒന്ന് ഗ്ലൂ തേച്ചിട്ട് ഇതുപോലെ വെക്കണം കേട്ടോ. അപ്പോൾ അതൊരു മൂവബിൾ സിസ്റ്റമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ടോട്ടൽ നമ്മൾ 3 മോഡലാണ് കേട്ടോ വാഷി ടൈപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ രണ്ടാമത്തെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ പർപ്പിൾ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതേ ഈ ഡിസൈൻ കൊടുത്തു. എനിക്കിത് കാണുമ്പോൾ ചിരി വരുന്നു. ടോട്ടലി എല്ലാത്തിലും ഒരേ മാതിരിയൊക്കെ തന്നെ ഇരിക്കുന്നു. കുഴപ്പമില്ല. മൂന്നാമത്തെ പാറ്റേണിനായിട്ട് 2 ഷെയ്ഡാണ് കൊടുത്തത്. എന്നിട്ട് ഇതിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി പോകുക. ഞാൻ എന്തൊക്കെയോ എഴുതി. ഇതുപോലെ നല്ല കോഡ്സൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഈ പിൻട്രസ്റ്റിലും ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ മതി, നല്ല കോഡ്സൊക്കെ കിട്ടും കേട്ടോ. അത് എഴുതി കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം പതിവ് പോലെ റോൾ ചെയ്തെടുക്കണം. ഇനി നമുക്ക് യൂസ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ വൈറ്റ് പേപ്പർ നേരത്തെ കാണിച്ച മാതിരി ഒട്ടിക്കുക. അപ്പോൾ നമ്മുടെ വാഷി ടേപ്പും റെഡിയായി. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് കോട്ട് ലേബിൾസ് ആണ്. അതുണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഇത് ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും പേപ്പറിൻ്റെ വലിപ്പമോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല, കാരണം അതിനൊന്നും പ്രത്യേകിച്ച് വലിപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിന് അങ്ങ് എടുക്കുക, അതിലിങ്ങ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ കോട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പർപ്പിൾ കളർ ഇതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രയും ഉണ്ടാക്കിയതിൽ ഏറ്റവും ഷോർട്ടായിട്ടുള്ള വീഡിയോ ഇതാണ് തോന്നുന്നു.
നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാറ്റേൺ പേപ്പേഴ്സ് ആണ് കേട്ടോ. ഇതുണ്ടാക്കാനും ഭയങ്കര സിമ്പിളാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് നമുക്ക് പർപ്പിൾ കളർ ചെയ്തിട്ട് അതിൽ ആദ്യം ഞാൻ പാറ്റേൺ ചെയ്തത് ഇതുപോലെ അങ്ങനെ റൗണ്ടുകൾ നിറയെ വരച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ സിമ്പിളായുള്ള പരിപാടിയില്ല, ഇങ്ങനെ റൗണ്ട് വരയ്ക്കാനും പ്രത്യേകിച്ച് പാടൊന്നുമില്ല. ഇനി നമ്മളുടെ ഡിസൈൻ എന്ന് പറയുന്നത് പർപ്പിൾ കളർ വെച്ചിട്ട് ഇങ്ങനെ ലൈൻ വരച്ചു, അത് കഴിഞ്ഞിട്ട് അതിൽ ബ്ലാക്ക് ലൈൻ വരച്ച് ഇങ്ങനെ സ്റ്റാറും കുത്തും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഒരു പാറ്റേൺ ചെയ്തു. മൂന്നാമത്തെ പാറ്റേൺ എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ നമ്മുടെ ഗ്രിഡ്സ്, അതില്ലാണ്ടൊരു പാറ്റേൺ പേപ്പറേ ഇല്ലല്ലോ. അപ്പോൾ അതാണ് നമ്മൾ ഇതിൽ വരച്ചു കൊടുത്തത് കേട്ടോ. ഞാനാണെങ്കിൽ ക്രഷ്ഡ് പേപ്പേഴ്സ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതാണ്, അത് മറന്നുപോയി. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴോ പല കാര്യങ്ങളും ഉണ്ടാക്കണം വിചാരിച്ചത് ഞാൻ ചെയ്തില്ല എന്നുള്ളത് ഓർമ്മ വന്നത്. ഈ ടു ഡു ലിസ്റ്റിലൊക്കെ ഞാൻ എഴുതി വെച്ചിരുന്നതാണ്, പിന്നെ അത് ഉണ്ടാക്കാൻ നേരത്ത് അതൊന്നും ഓർമ്മയില്ല. മൊത്തത്തിൽ ഞാനൊരു ഹറിബറിയിലാട്ടോ എല്ലാം ചെയ്യാറ്. എനിക്കറിഞ്ഞൂടാ ക്ഷമയില്ലാത്തതാണോ ഇനി ക്ഷമ കൂടിപ്പോയതാണോ ദൈവത്തിനറിയാം. സംസാരിച്ച് നമ്മുടെ പാറ്റേൺ പേപ്പർ 2 തീർന്നുപോയി. അപ്പം നിങ്ങൾ കണ്ടല്ലോ എങ്ങനെ ഉണ്ടാക്കുകയെന്ന്, ഇനിയിപ്പോൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമ്മുടെ പാറ്റേൺ പേപ്പേഴ്സും കഴിഞ്ഞു. ഇനി നമ്മൾ മന്താണ് ചെയ്യാൻ പോകുന്നത്. മന്ത് എന്ന് പറയുമ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ട്, എനിക്ക് ഈ കാലിലൊക്കെ മന്ത് വരില്ല, അത് പെട്ടെന്ന് ഓർമ്മ വന്ന്. ആ മന്തല്ലേ ഈ മന്ത്, ഇത് നമ്മുടെ മാസങ്ങൾ. നിങ്ങൾ ഇതുപോലെ ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിച്ചു പോകും. ചിലപ്പോഴൊക്കെ വോയിസ് ഓവർ എടുക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഞാൻ തന്നെ ചിന്തിച്ചിരിക്കാറുണ്ട്. ഈ സംസാരിച്ച് വഴി തെറ്റി പോവുക എന്നൊക്കെ പറയില്ലേ, ഏകദേശം ആ ഒരു സ്വഭാവം എനിക്കുണ്ട്. ഞാൻ ആദ്യം കൊച്ചിയിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കൊയിലാണ്ടിയിലെത്തും. അതൊക്കെ പോട്ടെ, നമ്മൾക്കിപ്പോൾ നമ്മുടെ ഈ മാസങ്ങളിലേക്ക് വരാം. അതിന് ഞാൻ പർപ്പിൾ കളറൊക്കെ കൊടുത്തു, എന്നിട്ടൊരു വൈറ്റ് പേപ്പറിൽ മന്ത് എന്നൊക്കെ എഴുതിയിട്ട് അതിലങ്ങ് ഒട്ടിച്ചു. അപ്പം നമ്മുടെ മന്തുകൾ റെഡി. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫിലിമാണ്. ഫിലിം ഉണ്ടാക്കാൻ ഇതുപോലെ നീളത്തിലൊരു പേപ്പർ എടുക്കണം. കുറച്ചുകൂടി നീളം ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ഞാൻ ഇത്ര എടുത്തുള്ളൂ. സത്യം പറഞ്ഞാൽ അവസാനമായപ്പോഴേക്കും എനിക്ക് മടി പിടിച്ചു തുടങ്ങി, കാരണം ഇതിങ്ങനെ ചെയ്ത് ഒരു വഴിയായി ഞാൻ. എന്നിട്ട് അതിൽ പർപ്പിൾ കളർ വെച്ചിട്ട് ഇതുപോലെ വരയ്ക്കണം. അതിനെ ഓരോന്നിനും ഡിവൈഡ് ചെയ്യണം, ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. എൻ്റെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാളിയിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യൂലേ? ഇനി അതിൻ്റെ സൈഡിൽ ഇതുപോലെ അങ്ങനെ ഡോട്ടഡ് ആക്കിയിട്ട് ഫിലിമിൻ്റെ ഒരു രൂപത്തിലാക്കി. ഇനി ഈ ചെയ്യാൻ പോണ പരിപാടി നിങ്ങൾ ചെയ്യണമെന്നില്ല, കാരണം ഞാനിത് ചെയ്ത് പകുതി വഴിയിൽ കൊളായിപ്പോയത്. എനിക്ക് തോന്നുന്നു ഈ ഉള്ളിൽ ഇതുപോലെ കൊടുക്കണ്ടായിരുന്നു, ബ്ലാക്ക് കൊണ്ട് ഒരു ഔട്ട്ലൈന് കൊടുത്താൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നി. എന്തായാലും നമ്മുടെ ഫിലിമും അതുപോലെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ അവസാനത്തെ ഐറ്റത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഒന്നും എനിക്ക് ശ്വാസം വിടാം, ഇത്രയും നേരം ശ്വാസം ഇല്ലാണ്ട് ഞാൻ വർത്തമാനം പറഞ്ഞിരുന്നു കേട്ടോ. ഓരോ വീഡിയോൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ദീർഘശ്വാസം വലി കേൾക്കാട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ സ്പീഡിൽ സംസാരിക്കുമ്പോൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ, അങ്ങനെ ആയിപ്പോണതാ. എനിക്ക് ഈ മെല്ലെ സംസാരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല, പ്രത്യേകിച്ച് വീഡിയോസിൽ. നോർമലി ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിക്കുക കേട്ടോ. അപ്പം നമ്മുടെ ബട്ടർഫ്ലൈ സ്റ്റിക്കറിലേക്ക് വരാൻ നമ്മൾ പേപ്പറിൽ ഇതുപോലെ വരച്ചെടുത്തു. നമ്മൾ മലയാളികൾക്ക് മലയാളം പേപ്പറാണല്ലോ ഏറ്റവും ഉചിതം, പക്ഷേ എനിക്കിവിടെ ഹിന്ദി കിട്ടിയുള്ളൂ. ഈ പേപ്പർ തന്നെ എനിക്ക് കിട്ടിയത് എഗ്ഗ് വാങ്ങിക്കൊടുന്നപ്പോൾ അത് പൊതിഞ്ഞ പേപ്പറാണ് കേട്ടോ. എന്തായാലും അത് വാങ്ങിയോണ്ട് എനിക്ക് ഉപകാരമായി. ബട്ടർഫ്ലൈസ് എല്ലാം കട്ട് ചെയ്തു, അതിന് പർപ്പിൾ കളർ കൊടുത്തു. ഇതുപോലെ പേപ്പറിൽ ജസ്റ്റ് ഒരു ഡ്രോപ്പ് പശ വെച്ചിട്ട് ഞാനത് ഒട്ടിച്ചിട്ടുള്ളൂ കേട്ടോ, കാരണം നമുക്കത് എടുക്കേണ്ടതാണ്. ഫൈനലി ഒരു പേപ്പറിൽ ബട്ടർഫ്ലൈ എഴുതിയിട്ട് അതുകൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ അതും റെഡിയായി. അപ്പോൾ നമ്മുടെ ഒരു ഹ്യൂജ് ജേർണൽ സപ്ലൈസ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.